പ്രിയപ്പെട്ട ക്നാനായ സഹോദരങ്ങളെ, ക്നാനായക്കാർക്ക്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലെ ക്നാനായക്കാർക്ക് 50 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ പേര് അനിൽ ലൂക്കോസ്. ഞാൻ കഴിഞ്ഞ 22 വർഷമായി UK-യിൽ താമസിക്കുന്ന ഒരു ക്നാനായ കത്തോലിക്ക വിശ്വാസിയാണ്. സൂര്യചന്ദ്രന്മാർ ഉള്ള കാലത്തോളം നമ്മൾ നമ്മുടെ തനിമയും പാരമ്പര്യവും സംരക്ഷിക്കും എന്നൊക്കെ നാം പലപ്പോഴും ആവേശത്തോടെ പറയാറുണ്ടെങ്കിലും നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാറുണ്ടോ എന്നുള്ള കാര്യവും അതേ ആവേശത്തോടെ നാം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ 17 നൂറ്റാണ്ടുകളിൽ നമ്മൾ ക്നാനായക്കാർ ജീവിച്ച സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. ഇന്ന് ക്നാനായക്കാർ അധികമായി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ മാതൃ ഇടവകാംഗത്തെക്കുറിച്ച് ധാരാളമായി സംസാരിക്കാറുണ്ട്. എന്നാൽ ഒരു 50 വർഷം കഴിഞ്ഞാൽ നമ്മുടെ ഈ മാതൃ ഇടവകകളിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്ന കാര്യം തന്നെ സംശയമാണ്. കാരണം ഇന്ന് കേരളത്തിൽ നിന്നും വിദേശങ്ങളിലേക്ക് കുടിയേറുന്ന അനുപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ക്നാനായ സമുദായമാണ്. ഇന്ന് ക്നാനായക്കാർ വലിയൊരു വിഭാഗം വാട്സാപ്പ് പോരാട്ടത്തിലാണ്. എല്ലാവരും തന്നെ പറയുന്നത് നമ്മുടെ പാരമ്പര്യം സംരക്ഷിക്കണം എന്നാണ്. എന്നാൽ ഈ പോരാട്ടത്തിൻ്റെ ഫലമായി നമുക്കിടയിൽ ഭിന്നത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായി സുഹൃത്തുക്കൾ പലരും ശത്രുക്കളായി മാറി. സഹോദരങ്ങൾ പോലും കണ്ടാൽ മിണ്ടാതെയായി. വിദേശ രാജ്യങ്ങളിൽ ജനിച്ചു വളരുന്ന നമ്മുടെ സമുദായത്തിലെ പുതിയ തലമുറയിൽ വലിയൊരു വിഭാഗം നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ അകന്നു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സമുദായത്തെ ഇപ്രകാരം നശിപ്പിക്കുന്നത് ആരാണെന്ന് നാം ഇനിയും തിരിച്ചറിയുന്നില്ലെങ്കിൽ ഒരു 100 വർഷത്തിന് ശേഷം നമ്മുടെ ക്നാനായ പാരമ്പര്യം എന്നത് ഒരു ഓർമ്മ മാത്രമായി മാറും. അതിനാൽ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. UK-യിൽ നിന്നും ക്നാനായക്കാരനായ ഒരു സംഘടനാ നേതാവ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട ഒരു വോയിസ് മെസ്സേജും അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയിൽ നിന്നും അവിടുത്തെ വികാരിയച്ഛൻ നൽകിയ ഒരു കത്തും അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ശ്രദ്ധയിൽപ്പെടുവാനിടയായി. പരിശുദ്ധ കത്തോലിക്കാ സഭ UK-യിലെ ക്നാനായ കത്തോലിക്ക വിശ്വാസികൾക്കായി അനുവദിച്ചു തന്നിരിക്കുന്ന ക്നാനായ മിഷനുകളെ നിരന്തരം എതിർക്കുകയും അവയോട് ചേർന്ന് വിശ്വാസജീവിതം നയിക്കുന്നതിൽ നിന്നും ക്നാനായക്കാരെ തടയുന്നതിനു വേണ്ടി നിരന്തരം തെറ്റിദ്ധാരണ പരത്തുന്ന മെസ്സേജുകൾ പുറത്തുവിടുകയും ചെയ്യുന്ന ഈ സംഘടനാ നേതാവ് നമ്മുടെ കോട്ടയം അതിരൂപതാ നേതൃത്വത്തോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം UK-യിൽ വെച്ച് നടത്തിക്കൊടുക്കണം എന്നാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് അദ്ദേഹത്തിനുള്ള ഒരു മറുപടിയല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ സൂചിപ്പിക്കാത്തത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം ഏറ്റവും മംഗളകരമായി നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. അദ്ദേഹം പുറത്തുവിട്ട ഈ കാര്യങ്ങൾ ക്നാനായക്കാരായ നമ്മോട് ചില സത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പുറത്തുവിട്ട നാട്ടിലെ മാതൃ ഇടവകയിൽ നിന്നുള്ള കത്തിൽ പറയുന്നത് അദ്ദേഹവും കുടുംബവും അദ്ദേഹത്തിൻ്റെ മാതൃ ഇടവകയിലെ അംഗങ്ങളാണ് എന്നാണ്. ഈ കത്തിലൂടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതായത് കോട്ടയം അതിരൂപതാംഗങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി താമസിച്ചാലും അവരുടെ മാതൃ ഇടവകാംഗത്വം നഷ്ടമാകില്ല എന്ന് കോട്ടയം അതിരൂപതാധ്യക്ഷൻ അഭിവന്ദ്യ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപ്പോലീത്ത പ്രത്യേക സർക്കുലറിലൂടെ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം. വിദേശത്തായിരിക്കുന്ന ക്നാനായക്കാരുടെ
നാട്ടിലെ മാതൃ ഇടവകാംഗത്വം നഷ്ടമാകില്ല എന്ന വലിയ ഒരു ഉറപ്പ് ക്നാനായക്കാർക്ക് നൽകുകയും അത് കോട്ടയം അതിരൂപതയിൽ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു എന്ന കാര്യത്തിന് നമ്മൾ ക്നാനായക്കാർ അഭിവന്ദ്യ മൂലക്കാട്ട് മെത്രാപ്പൊലീത്തായോട് എന്നും കടപ്പെട്ടിരിക്കും. എന്നാൽ ഇതിനെതിരെ എത്രയോ തെറ്റിദ്ധാരണകളാണ് ചില സംഘടനകളും വ്യക്തികളും പ്രചരിപ്പിച്ചത്. ഇപ്രകാരം ക്നാനായക്കാരായ നമ്മളെ രൂപതാ നേതൃത്വത്തിനെതിരെ തിരിച്ചുവിടുവാൻ ചിലർ നടത്തിയ ശ്രമങ്ങളായിരുന്നു ഇത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതുമൂലം നമ്മുടെ സമുദായത്തിൽ ഉണ്ടായ തെറ്റിദ്ധാരണകൾ, ഭിന്നതകൾ ഒക്കെ എത്രയോ വലുതാണ്. നമ്മുടെ രൂപതാ നേതൃത്വം ഇങ്ങനെ ഉറപ്പ് നൽകിയിട്ടും നമ്മുടെ രൂപതയ്ക്കെതിരെ വെറുതെ കേസിനു പോയി വീണ്ടും വീണ്ടും സമുദായത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചില കീഴ്ക്കോടതികൾ നൽകുന്ന താൽക്കാലിക വിധികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലൂടെയാണ് അവർ ഇതെല്ലാം നേടിയെടുത്തത് എന്ന് കാണിച്ച് നമ്മൾ ക്നാനായക്കാരെ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയും വിശ്വാസികളെ അതിരൂപതാ നേതൃത്വത്തിനെതിരെ തിരിച്ചുവിടുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശത്രു ആരാണെന്ന് നാം തിരിച്ചറിയണം. രണ്ടാമതായി, ഈ സംഘടനാ നേതാവിന് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മാതൃ ഇടവകയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അവർ ഈ ഇടവകയിൽ അംഗമായിരിക്കുന്നത് ആസ് പെർ ദ ആത്മസ്ഥിതി രജിസ്റ്റർ എന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം പറഞ്ഞിരിക്കുന്നു, ദിസ് പേഴ്സൺ ആൻഡ് ഫാമിലി ആർ അറ്റ് പ്രസന്റ് സെറ്റിൽഡ് ഇൻ UK ഫോർ ഇയേഴ്സ് എന്ന്. ഇതുപോലുള്ള ഒരു കത്ത് വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ ഒരു വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചാൽ അത് കാണുന്നവർ സാധാരണയായി ചിന്തിക്കുന്നത് എന്തായിരിക്കും? അദ്ദേഹം ഇവിടെ ഈ ഇടവകയിൽ കത്തോലിക്കാ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, പിന്നെയോ ആത്മസ്ഥിതി രജിസ്റ്റർ പ്രകാരം മാത്രം ഇവിടെ അംഗമായിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്ന ഇടവക എവിടെയാണ്? കാരണം ഒരു കത്തോലിക്കാ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇടവക അയാൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിയെ ഒരു പ്രാക്ടീസിംഗ് കാത്തലിക് എന്ന് വിളിക്കുവാൻ സാധിക്കൂ. കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക പ്രബോധനമനുസരിച്ച് ഒരു കത്തോലിക്കാ വിശ്വാസി തുടർച്ചയായി ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്ന, അവരുടെ മക്കൾ വേദപാഠം പഠിക്കുന്ന സ്ഥലമാണ് അവരുടെ ഇടവക. അല്ലാതെ വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരുമ്പോൾ പോകുന്ന സ്ഥലമല്ല. അപ്രകാരം വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഒരു കത്ത് വാങ്ങുവാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ഇദ്ദേഹം ഒരു കത്തോലിക്കാ വിശ്വാസിയാണോ? അതോ കത്തോലിക്കാ വിശ്വാസം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും വിശ്വാസം സ്വീകരിച്ച ഒരു വ്യക്തിയാണോ? വിദേശ രാജ്യങ്ങളിൽ ക്നാനായ കത്തോലിക്കാ വിശ്വാസികൾക്കായി മാർപ്പാപ്പ സ്ഥാപിച്ച സംവിധാനങ്ങളെ അംഗീകരിക്കാത്തവരാണോ? ഇപ്രകാരം കത്തോലിക്കാ സഭയെ അംഗീകരിക്കാത്തവർക്ക് എങ്ങനെയാണ് സഭ നൽകുന്ന വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുക? ഇപ്രകാരം ഒരു ഇടവകയിൽ വസിക്കാത്ത ഒരു വ്യക്തി, അതായത് വിദേശത്ത് വർഷങ്ങളായി ജീവിക്കുകയും അവിടെ നിന്നും ഒരു കത്ത് കൊണ്ടുവരുവാൻ സാധിക്കാതിരിക്കുകയും വെറും രജിസ്റ്റർ പ്രകാരം മാത്രം നാട്ടിലെ മാതൃ ഇടവകയിൽ അംഗമായിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വിവാഹം നാട്ടിലെ ഈ ഇടവകയിൽ വിളിച്ചു ചെല്ലുന്നതുകൊണ്ട് എന്ത് അർത്ഥമാണ് ഉള്ളത്? അല്ലെങ്കിൽ ഇവിടെ വിളിച്ചു ചൊല്ലിയതിനു ശേഷം ലഭിക്കുന്ന കുറികൾക്ക് എന്ത് അർത്ഥമാണുള്ളത്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്രകാരം ഉള്ള ഒരു കത്ത് കാണുന്ന ഒരാളുടെ മനസ്സിലേക്ക് ഉയർന്നു വരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ചിന്തയെ ഒരു 50 വർഷം കഴിഞ്ഞുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് ഒരു 50 വർഷം കഴിയുമ്പോൾ നമ്മളിൽ പലരും ഈ ഭൂമിയിൽ നിന്ന് മരണം മൂലം മാറ്റപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മക്കളുടെ മക്കൾ
വിവാഹത്തിനു വേണ്ടി ഒരുങ്ങുന്ന സമയമായിരിക്കും. അവർ പൂർണ്ണമായും വിദേശത്ത് ജനിച്ചു വളർന്ന നമ്മുടെ നാടിനെക്കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ലാത്തവരായിരിക്കും. അവർ എവിടെ പോയിട്ടായിരിക്കും ഇങ്ങനെയൊരു ലെറ്റർ വാങ്ങിക്കുക? അതായത്, കത്തോലിക്കാ സഭ നമുക്കായി വിദേശ രാജ്യങ്ങളിൽ അനുവദിച്ചിരിക്കുന്ന ജ്ഞാനായ മിഷനുകളിൽ നമ്മൾ അംഗങ്ങളായില്ലെങ്കിൽ നമ്മുടെ മക്കൾ എവിടെ പോയി ഇപ്രകാരമുള്ള ഒരു കത്ത് വാങ്ങിക്കും? നമ്മൾ നാട്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മാതൃ ഇടവകയിൽ പോയി ഇങ്ങനെയൊരു കത്ത് മേടിക്കാം. എന്നാൽ നമ്മുടെ മക്കളുടെ മക്കളോ അടുത്ത തലമുറകളോ എവിടെ പോയി ഇങ്ങനെയുള്ള കത്തുകൾ മേടിക്കും? കാരണം നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾ എത്ര പേർ നാട്ടിൽ അവധിക്ക് പോകും? നമ്മുടെ മക്കളുടെ മക്കളോടുകൂടി അല്ലെങ്കിൽ അവരുടെ മക്കളോടുകൂടി നമ്മുടെ തലമുറയ്ക്ക് നാടുമായുള്ള ബന്ധം അറ്റുപോകും. പിന്നെ അവർ എവിടെ പോയി ഇപ്രകാരമുള്ള ഒരു കത്തു മേടിക്കും? ഇനി അവർ കത്തു മേടിക്കാനായി അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിൻ്റെയോ ബന്ധം പറഞ്ഞ് നാട്ടിൽ തപ്പിപ്പിടിച്ച് ചെന്ന് അത് നമ്മുടെ മാതൃ ഇടവകയാണെന്നും പറഞ്ഞു ചെന്നാൽ അവരാരെങ്കിലും നമ്മുടെ തലമുറകളെ അംഗീകരിക്കുമോ? അപ്പോൾ അവിടെയുള്ളവർ നമ്മുടെ തലമുറകളോട് ഞാൻ മുകളിൽ സൂചിപ്പിച്ച ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മുടെ തലമുറകൾ കുറ്റപ്പെടുത്തുന്നത് നമ്മളെ തന്നെയായിരിക്കും. അവിടെ നിന്നും കത്തൊന്നും കിട്ടാതെ വരുമ്പോൾ അവർ നമ്മുടെ വിദേശത്തുള്ള ജ്ഞാനായ മിഷനുകളെ സമീപിക്കും. അപ്പോൾ നമ്മൾ ഈ മിഷനുകളെ എതിർത്ത് നമ്മളും നമ്മുടെ കുടുംബങ്ങളും അവിടെ ചേരാതിരുന്നതിനാൽ നമ്മുടെ തലമുറകൾ ജ്ഞാനായക്കാരാണെന്ന് തെളിയിക്കുന്ന യാതൊരു രേഖകളും ഈ മിഷനുകളിലും ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അവർക്ക് ഇവിടെ നിന്നും യാതൊരു രേഖകളും ലഭിക്കാതെ വരും. അവസാനം നമ്മൾ ഈ ജ്ഞാനായ മിഷനുകളിൽ ചേരാതിരുന്നതിന് നമ്മുടെ തലമുറ നമ്മെ പഴിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇത് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് വളരെ ദീർഘവീക്ഷണത്തോടെ നമ്മുടെ കോട്ടയം അതിരൂപതാ നേതൃത്വം ആവശ്യപ്പെട്ട പ്രകാരം കത്തോലിക്കാ സഭ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ ജ്ഞാനായ മിഷനുകൾ അനുവദിച്ചു തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് നൽകുമ്പോൾ നമ്മുടെയും നമ്മളുടെ മക്കളുടെയും വിവരങ്ങൾ അവിടെ സൂക്ഷിക്കുവാനും നമ്മുടെ തലമുറകൾ ജ്ഞാനായക്കാരാണെന്ന് ഉറപ്പുവരുത്തുവാനും സാധിക്കും. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ജ്ഞാനായക്കാർക്ക് വേണ്ടി മാത്രമായി സ്ഥാപിതമായിരിക്കുന്ന ഇത്തരം ജ്ഞാനായ ഇടവകകളിൽ നിന്നും മിഷനുകളിൽ നിന്നും നമ്മൾ ജ്ഞാനായക്കാരെ അകറ്റുന്നതിനായി സങ്കര മിഷനുകൾ, സീറോ മലബാർ ലയനം, സീറോ മലബാറിന് അടിയറ വയ്ക്കുന്നു, കൂദാശ നിഷേധം എന്ന് തുടങ്ങുന്ന തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തെ നശിപ്പിക്കുവാനാണ് ചില സംഘടനകളും വ്യക്തികളും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം ഇനിയെങ്കിലും തിരിച്ചറിയണം. ഞാൻ കഴിഞ്ഞ 22 വർഷമായി UK-യിൽ താമസിക്കുന്ന ഒരു ജ്ഞാനായ കത്തോലിക്ക വിശ്വാസിയാണ്. ഇവിടെയുള്ള ജ്ഞാനായ മിഷനിൽ ഫോം പൂരിപ്പിച്ചു നൽകി അംഗമായിരിക്കുന്ന വ്യക്തിയുമാണ്. ഇവിടെ നിന്നും നാട്ടിൽ വന്ന് 100 കണക്കിന് ജ്ഞാനായക്കാർ അവരുടെ വിവാഹങ്ങൾ ഭംഗിയായി നടത്തുന്നുണ്ട്. എന്നാൽ 1-2 പേർ മാത്രം എന്തുകൊണ്ടാണ് ഇവിടെ മിഷനുകൾ കൂദാശ മുടക്കി എന്ന ആരോപണവുമായി വരുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ ജ്ഞാനായ മിഷനുകളെ നിരന്തരം എതിർക്കുകയും അതിൽ ചേരരുതെന്നും ലാറ്റിൻ പള്ളികളിൽ താൽക്കാലിക മെമ്പർഷിപ്പ് എടുക്കണമെന്നും ജ്ഞാനായക്കാരെ ആഹ്വാനം ചെയ്യുന്ന സംഘടനാ നേതാവ് അദ്ദേഹത്തിന്റെ വോയിസ് മെസ്സേജിൽ പറയുന്നു, ഇവിടെ UK-യിലുള്ള ജ്ഞാനായക്കാർക്ക് സേവനം ചെയ്യുന്നതിനു വേണ്ടിയാണ് ജ്ഞാനായ വൈദികർ വന്നിരിക്കുന്നത് എന്നും അതിനാൽ ജ്ഞാനായ വൈദികർ അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹം നടത്തിക്കൊടുക്കണം എന്നും. വിവാഹം എന്നത് ഏതെങ്കിലും ഒരു വൈദികൻ തനിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിക്കൊടുക്കേണ്ട ഒരു ചടങ്ങല്ല എന്ന് നാം തിരിച്ചറിയണം.
വിവാഹം എന്നത് സഭയുടെ ഒരു കൂദാശയാണ്. മാമോദീസായിലൂടെ സിറോ മലബാർ സഭയിൽ അംഗമായ ഓരോ ജ്ഞാനായക്കാരനും UK-യിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സിറോ മലബാർ രൂപതയുടെ അജപാലന പരിധിയിൽ താമസിക്കുമ്പോൾ ആ വ്യക്തി UK-യിൽ സ്വീകരിക്കുന്ന എല്ലാ കൂദാശകളുടെയും കസ്റ്റോഡിയൻ എന്നത് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ ജോസഫ് സ്രാമ്പിക്കൽ പിതാവാണ്. ഈ രൂപതയുടെ കീഴിൽ സ്ഥാപിതമായിരിക്കുന്ന ജ്ഞാനായ കാത്തലിക് മിഷനുകളിൽ സേവനം ചെയ്യുന്നതിനു വേണ്ടിയാണ് നമ്മുടെ ജ്ഞാനായ വൈദികരെ നമ്മുടെ കോട്ടയം രൂപത അയച്ചിരിക്കുന്നത്. അതായത് ഒരു കൂദാശയ്ക്ക് വേണ്ടി സഭയുടെ നിയമവും രാജ്യത്തിൻ്റെ നിയമവും അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകാതെ വെറുതെ കൂദാശ എന്നത് ആളുകളെ കാണിക്കുവാനുള്ള വെറും ഒരു ചടങ്ങായി നടത്തിക്കൊടുക്കുവാൻ ആവശ്യപ്പെട്ടാൽ അത് നടത്തിക്കൊടുക്കുവാൻ അവർക്ക് സാധിക്കില്ല. കാരണം വൈദികർക്ക് തിരുപ്പട്ടം എന്ന കൂദാശ നൽകിയിരിക്കുന്നത് ഏതെങ്കിലും സംഘടനകളല്ല, പിന്നെയോ പരിശുദ്ധ കത്തോലിക്കാ സഭയാണ്. സഭ സ്ഥാപിച്ചിരിക്കുന്ന സംവിധാനങ്ങളിൽ സഭയുടെ നിയമമനുസരിച്ചും സഭ നിർദ്ദേശിക്കുന്ന വിധത്തിലും ശുശ്രൂഷ ചെയ്യുവാനാണ് ഓരോ വൈദികനും അയക്കപ്പെട്ടിരിക്കുന്നത്. ഈ സംഘടനാ നേതാവിൻ്റെ മകന്റെ കല്യാണം UK-യിൽ വെച്ച് ഒരു കൂദാശയായിട്ടാണ് നടത്തുന്നതെങ്കിൽ ആ കൂദാശയുടെ കസ്റ്റോഡിയൻ അഭിവന്ദ്യ ജോസഫ് സ്രാമ്പിക്കൽ പിതാവായിരിക്കും. അഭിവന്ദ്യ ജോസഫ് സ്രാമ്പിക്കൽ പിതാവിനെ അംഗീകരിക്കില്ല എന്ന് വിളിച്ചു പറയുന്ന സംഘടനാ നേതാവ് എങ്ങനെയാണ് തൻ്റെ മകന്റെ കല്യാണത്തിന് സ്രാമ്പിക്കൽ പിതാവ് കസ്റ്റോഡിയൻ ആയിരിക്കുന്ന ഒരു കൂദാശ നടത്തിത്തരണമെന്ന് ആവശ്യപ്പെടുക? ഇതിൽ നിന്നും ഇത്തരം നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാണ്. അതായത് പരസ്യമായി സ്രാമ്പിക്കൽ പിതാവിനെയും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയെയും എതിർക്കുകയും എന്നാൽ സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുമ്പോൾ ഈ രൂപതയെയും ഇവിടുത്തെ സഭാ സംവിധാനങ്ങളെയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത്. വിദേശ രാജ്യങ്ങളിൽ കത്തോലിക്കാ സംഘടനകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ചില ജ്ഞാനായ സംഘടനകൾ ഇന്ന് ജ്ഞാനായ മിഷനുകളെ എങ്ങനെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. വിശുദ്ധ കുർബാനയെപ്പോലും ഹൈജാക്ക് ചെയ്യുവാൻ ഇത്തരം സംഘടനകൾ ശ്രമിക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ ജ്ഞാനായ ഇടവകകളെയും മിഷനുകളെയും കുറിച്ച് തെറ്റിദ്ധാരണ പരത്തി അവിടെയുള്ള വേദപാഠ ക്ലാസുകളിൽ നിന്നും നമ്മുടെ കുട്ടികളെ അകറ്റുകയും അതിന് പകരമായി ഇത്തരം സംഘടനകൾ വേദപാഠം നടത്തുകയും അതിലൂടെ ഇത്തരം സംഘടനകളുടെ സഭാവിരുദ്ധത നമ്മുടെ കുട്ടികളെ ബാല്യം മുതലേ പരിശീലിപ്പിക്കുവാൻ ഇക്കൂട്ടർ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന വലിയ അപകടം നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയും മൗനമായിരിക്കരുത്. നമ്മൾ പ്രതികരിക്കണം. ജ്ഞാനായ തീവ്രവാദം പ്രചരിപ്പിച്ച് നമ്മുടെ ജ്ഞാനായ സമുദായത്തിൽ നിന്നും കത്തോലിക്കാ വിശ്വാസത്തെ തുടച്ചു നീക്കാൻ ചില സംഘടനകളും വ്യക്തികളും നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ നാം ശക്തമായി പ്രതികരിക്കണം. നമ്മുടെ സമുദായത്തെ നശിപ്പിക്കുന്ന ഇത്തരം തിന്മകൾക്കെതിരെ പ്രതികരിക്കാനും മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനും മാമോദീസ സ്വീകരിച്ച ഒരു കത്തോലിക്കാ വിശ്വാസി എന്ന നിലയിൽ നമുക്കോരോരുത്തർക്കും കടമയുണ്ട്. നമ്മുടെ രൂപതാ നേതൃത്വത്തോടും വൈദികരോടും വിരോധം വളർത്തി നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘടനകളെ നമ്മുടെ സമുദായത്തിൽ നിന്നും നാം അകറ്റി നിർത്തണം. നമ്മുടെ മക്കൾക്ക് സഭയിലൂടെ ലഭിക്കുന്ന യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം നഷ്ടപ്പെടുവാൻ നാം ഒരിക്കലും അനുവദിച്ചുകൂടാ. കാരണം വിദേശ രാജ്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടതുമൂലം തകർന്നുപോയ ജനതകളെ നാം കാണാറുണ്ട്. അത്തരം ഒരു അവസ്ഥ നമ്മുടെ തലമുറകൾക്ക് സംഭവിച്ചുകൂടാ. നമ്മുടെ തലമുറകളെ രക്ഷിക്കുവാൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് മാത്രമേ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മുടെ സഭയെയും സമുദായത്തെയും ഒന്നിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുന്ന സംഘടനാ നേതാക്കളെ മാത്രമേ നമ്മുടെ ജ്ഞാനായ സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാവൂ.
ക്നാനായ തീവ്രവാദം പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ രൂപതാ നേതൃത്വത്തിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തി നമ്മുടെ സമുദായത്തിൽ നിന്നും കത്തോലിക്കാ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘടനകളെ തള്ളിപ്പറയുവാൻ നാം തയ്യാറാകണം. AD 345 മുതൽ നമ്മൾ ക്നാനായക്കാർ നമ്മുടെ ക്രൈസ്തവ വിശ്വാസവും ക്നാനായ പാരമ്പര്യവും സംരക്ഷിച്ചത് ഏതെങ്കിലും സംഘടനകളുടെയോ കോടതി വിധികളുടെയോ പിൻബലത്തിലല്ല എന്ന ചരിത്ര സത്യം നാം വിസ്മരിച്ചുകൂടാ. നമ്മൾ ക്നാനായക്കാർ ഒന്നു ചേർന്ന് ഒരു സഭാസമൂഹമായി ദൈവത്തെ ആരാധിച്ചതുകൊണ്ടാണ് നമ്മുടെ സമൂഹം കഴിഞ്ഞ 17 നൂറ്റാണ്ടുകളായി തനിമയിലും ഒരുമയിലും പാരമ്പര്യത്തിലും നിലനിന്നു പോന്നത്. ദൈവമാണ് നമ്മുടെ സമുദായത്തെ സംരക്ഷിക്കുന്നത് എന്ന ഉറച്ച ബോധ്യം നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നതിനാൽ കഴിഞ്ഞ കാലങ്ങളിൽ സഭയ്ക്കും സഭയുടെ ശിരസായ ക്രിസ്തുവിനും നമ്മുടെ പൂർവികർ 1-ാം സ്ഥാനം നൽകിയിരുന്നു. എന്നാൽ ഈ അടുത്ത നാളുകളിൽ രൂപതാ നേതൃത്വത്തിനെതിരെ ജാഥ നടത്തിയും കോടതി വിധികളിലൂടെയും നമ്മുടെ സമുദായത്തെ ഞങ്ങൾ രക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സംരക്ഷകർ എന്ന പേരിൽ ചില സംഘടനകൾ എന്ന് നമ്മുടെ സമുദായത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയോ അന്നു മുതൽ നമ്മുടെ സമുദായത്തിന്റെ തകർച്ചയും ആരംഭിച്ചു. സ്നേഹത്തിലും സാഹോദര്യത്തിലും കഴിഞ്ഞിരുന്ന നമ്മെ സഭാപക്ഷമെന്നും സമുദായപക്ഷമെന്നും അവർ രണ്ടായി വിഭജിച്ചു. ഒരുമയിലും സ്നേഹത്തിലും കഴിഞ്ഞിരുന്ന നമ്മൾ പരസ്പരം ശത്രുക്കളായി മാറി. അതിനാൽ ഇത്തരം സംഘടനകളെ നാം ഇനിയും തിരിച്ചറിയുന്നില്ലെങ്കിൽ, അവരെ നമ്മുടെ സമുദായത്തിൽ നിന്നും അകറ്റി നിർത്തുന്നില്ലെങ്കിൽ, ഒരു 100 വർഷം കഴിയുമ്പോൾ ക്നാനായ പാരമ്പര്യം എന്നത് ചരിത്രത്തിൽ വെറും ഒരു ഓർമ്മ മാത്രമായി മാറും. നമ്മുടെ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇടവക സംവിധാനത്തിലൂടെ മാത്രമേ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന നമ്മുടെ ക്നാനായക്കാരുടെ കത്തോലിക്കാ വിശ്വാസവും ക്നാനായ പാരമ്പര്യവും സംരക്ഷിക്കുവാനും അത് കലർപ്പ് കൂടാതെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കൂ. അതിനായി നമുക്ക് നമ്മുടെ സഭാ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കാം. നമ്മുടെ തലമുറകളെ സഭയോട് ചേർത്ത് നിർത്തുവാൻ ഇപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ ശ്രമങ്ങളും ഒരുക്കങ്ങളും നമുക്ക് നടത്താം. സഭ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. അതിനാൽ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ക്രിസ്തുവിനോട് തന്നെയാണ് ചേർന്ന് നിൽക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും.